ആദിവാസി നഗറിലേക്ക് വിദ്യാവാഹിനി പദ്ധതിക്ക് സർവീസ് നടത്തുന്ന വാഹനത്തിന് ITDP മതിയായ പണം നൽകുന്നില്ലെന്ന് പരാതിയുമായി ജീപ്പ് ഡ്രൈവർ രംഗത്ത്. ചാലിയാർ മണ്ണുപാടം ബിജുവാണ് അധികൃതർക്കെതിരെ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ബിജു മലപ്പുറം ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. കൊട്ടേഷൻ പ്രകാരം നിശ്ചയിച്ച തുകയിൽ കുറവ് വരുത്തുകയും കുടിശ്ശിക നൽകാൻ തയ്യാറാകാതിരിക്കുകയും ചെയ്യുന്നതായിട്ടാണ് ബിജുവിന്റെ പരാതി. ഒരു ദിവസത്തെ ഓട്ടത്തിന് 1450 രൂപ പ്രകാരമാണ് കൊട്ടേഷൻ നൽകിയത്. എന്നാൽ ഇത് 1220 രൂപയാക്കി കുറച്ചാണ് ITDP നൽകുന്നത്. എന്തുകൊണ്ടാണ് പണം കുറയ്ക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഉദ്യോഗസ്ഥർ തട്ടിക്കയറുകയായിരുന്നുവെന്നും ബിജു ആരോപിക്കുന്നു. പുറത്തുനിന്നും വരുന്ന ടാക്സി ഡ്രൈവർമാർക്ക് അവർ എഴുതി കൊടുക്കുന്ന തുക ITDP പാസ്സാക്കുന്നുമുണ്ട്. എന്നിട്ടും എനിക്ക് മാത്രം ഈ ദുരവസ്ഥയാണെന്ന് ബിജു പറയുന്നു. ITDP നമുക്ക് കൊട്ടേഷൻ ഇത്ര രൂപ പ്രകാരം 1450 രൂപ പ്രകാരം ഒരു വർഷത്തേക്ക് കൊട്ടേഷൻ വെച്ചത് സ്കൂൾ ട്രിപ്പ്. അതിൽ നിശ്ചയിച്ച വാടകയിൽ നിന്ന് 1220 രൂപയാക്കിയിട്ട് വെട്ടി ചുരുക്കി. അത് നമുക്ക് തരുന്നത് 1450 രൂപയാണ് കൊട്ടേഷൻ പ്രകാരം തരുന്നത്, ഒരു വർഷത്തേക്കുള്ള കൊട്ടേഷൻ. അതിലിവർ കാണിക്കുന്ന ഇത്രയും സംഖ്യ വെച്ചിട്ട് അത് ചോദ്യം ചെയ്താൽ അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് തട്ടി ഒഴിയുക. അത് ഞാനൊരു ആദിവാസി വിഭാഗത്തിൽപ്പെട്ടൊരു ഡ്രൈവറായിരിക്കാം, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവർ താഴ്ത്തി നമ്മളെ അഭിമാനിക്കുന്ന ഒരു രൂപത്തിലേക്ക് തള്ളിയിടുക, അടിയിലേക്ക്. ആ സ്ഥാനത്ത് പുറത്തുള്ള ടാക്സി ഡ്രൈവർമാർ ഓടുന്ന അവർക്ക് കിലോമീറ്റർ എത്ര എഴുതി കൊടുക്കുന്നു അത്രയും വാടക കൊടുക്കുന്നുണ്ട്. അവർ 3000 എഴുതിയ 3000-ന് 1 രൂപ കുറക്കാണ്ട് ഈ ITDP പ്രൊജക്ട് ഓഫീസർ മറ്റൊരു TOയും ഇത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. 7 മാസത്തെ വാടക കുടിശ്ശിക ITDP നൽകാനുണ്ട്. ഇതിൽ 2 മാസത്തെ വാടക മാത്രമാണ് നൽകിയത്. ബാക്കി പണം നൽകാൻ ITDP അധികൃതർ തയ്യാറാകുന്നില്ല. മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് തന്നെ വഞ്ചിക്കുകയാണെന്ന് ബിജു ആരോപിക്കുന്നു. ദിനംപ്രതി സ്കൂൾ കുട്ടികളുമായി 11 കിലോമീറ്റർ ദുഷ്കരമായ റോഡിലൂടെയാണ് ബിജു ജീപ്പ് ഓടിക്കുന്നത്. ഡീസൽ അടിക്കാൻ പണമില്ലാത്തതിനാൽ ലോണെടുത്തും നാട്ടുകാരോട് കടം വാങ്ങിയുമാണ് ഡീസൽ അടിക്കുന്നതെന്നും ബിജു പറയുന്നു. A+ വിഷൻ, നിലമ്പൂർ. Oh my God! വാവേ ഒരു മിനിറ്റ്. Super absorbent Poppy's diapers.